എന്തേ എന്താ ശരിക്കും നിങ്ങളെ ഓട്ടം കൂടി കണ്ടപ്പോഴേ ഓടിത്തോറ്റ ഏക ടീം ഓടിത്തോറ്റ ഏക ടീം അതാണ് ടീം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും തോൽപ്പിച്ച് വരികയാണെങ്കിലും മുട്ടൻഡോലോട് നിങ്ങൾ മുട്ടിയിട്ടില്ല, വെരൻഡോല് വന്നിട്ടില്ലാന്ന്. ഞങ്ങൾ വന്ന് ഡൽഹിക്ക് വന്ന് തീരുമാനമാക്കി നിങ്ങള് അവസാന ഓവറിൽ പരമാവധി റണ്ണ് കുറക്കാൻ വേണ്ടിട്ട് ഓടി നോക്കിയതാണ്. അല്ല അത് ഒരു വട്ടം അങ്ങനെ ഒരാളെ വിട്ടായ അത് നിർത്തും വിചാരിച്ചാ ഇത് പിന്നാലെ അടുത്തതും പിന്നാലെ വരുന്നതിൽ വലിയ അടിയില്ലാത്തവരാണെന്ന് തോന്നിയപ്പോഴേ ഓടിക്കാണ്ടെങ്കിൽ അപ്പുറത്ത് സ്റ്റാർക്ക് നിങ്ങൾ മോശക്കാരനാക്കി. വിശ്വാസമൊന്നുമില്ല. സ്റ്റാർക്ക് എന്തായാലും കുൽദീപിനെക്കാളൊക്കെ ബാറ്റ് ചെയ്യും. എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. ഒന്നും പറ്റിയില്ല, ഞങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾക്ക് ആ സമ്മർദ്ദം താങ്ങാനാവൂല. ജയിച്ച കളിയാണ്, തോറ്റ് ജയിച്ച കളി തോറ്റ്. അത് അവസാന നിമിഷം ഞങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അതാണ് പ്രശ്നമായത്. തോറ്റു, അത് സമ്മതിച്ചു. അത് ഞങ്ങളെ പാണ്ഡ്യ, ജയവർദ്ധനെ, ഞങ്ങളെ ഹിറ്റ്മാന് ഇവരൊക്കെ കൂടി ഒരു വട്ടമേശ സമ്മേളനം കൂടിയുണ്ടെങ്കിൽ അപ്പൊ പ്ലാനിട്ടാണ് ഇതിങ്ങനെ നമുക്ക് നിങ്ങൾ ഒരു സാറുമില്ല. അതായത് നിങ്ങളിപ്പോ 4 അടി അടിച്ചെന്ന് പറഞ്ഞത് ആ ഡ്യൂ ഉണ്ടായിക്കാണ്ട് അടിച്ചല്ലേ, ബോള് മാറ്റിയപ്പോ പെട്ടല്ലോ, ബോള് മാറ്റി പെട്ടല്ലോ. കണ്ടിങ്ങനെ തല്ലി കണ്ടിങ്ങനെ തല്ലുക, ബോള് മാറ്റി. എത്ര കാലത്തിന് ശേഷം കളിച്ചിട്ടുണ്ട്, വേറെ ആരും അടിച്ചില്ലേ. എന്തെങ്കിലും മക്കാർക്ക് വലിയ വർത്താനാണ്. ജയ് ഫ്രേസർ മക്കാർക്ക് എന്നൊക്കെ പറയാൻ വരും. എന്നിട്ട് ആ പോണ് ഇത് ഗോൾഡൻ ഡെക്കാക്കി. അല്ല നിങ്ങൾ ഡെക്കായി വിചാരിച്ചെന്താ എല്ലാം കൂടി ഇപ്പൊ കഴിഞ്ഞല്ലോ, നിങ്ങൾ തോറ്റിയില്ലേ? തോറ്റതല്ലല്ലോ, കഴിയുന്നേരൊക്കെ എന്ത് കളിയനും കളി കഴിച്ചില്ലല്ലോ. അങ്ങനെ ഞങ്ങളെ ഹിറ്റ്മാനെ തൊട്ട തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ്. സൂപ്പർ ഫോർ അടിച്ചല്ലോ മൂപ്പർ ഇങ്ങനെ ഫോമായി വരുമ്പോ കഷ്ടകാലത്തിനായി ഔട്ടായി. പക്ഷെ ഞങ്ങള് ഓപ്പണിംഗ് തുടക്കം ഉസാറിയുന്നു. മറ്റാളും അല്ല അടിച്ചാൻ രോഹിത് ശർമ്മ 4 6 ഒക്കെ അടിച്ചിരിക്കണേ. എന്നിട്ടാണ് മൂപ്പര് പോയിട്ടുള്ളത്. മുമ്പ് മൂപ്പര് പേരിനനുസരിച്ചുള്ള അടിയൊന്നും അടിച്ചിട്ടില്ല. ഒരു പാവം അതിനുള്ള അടിയൊക്കെ രോഹിത് ശർമ്മ അടിച്ചിട്ടുണ്ട്. അത് ഇനി വരുന്ന കളിയിലൊക്കെ തള്ളൊക്കെ അതിനെക്കാട്ടി വലുതാണേ. തള്ളെന്ന് പറഞ്ഞാൽ അവിടെ 256 200 ഒക്കെ അടിച്ച ആൾക്കാർ വളരെ പണ്ടല്ലേ, പണ്ടത്തെ കാര്യം പറയണ്ട. അല്ല പണ്ടത്തിന് തുടർച്ചയാണതേ. നിങ്ങൾക്ക് പേടിയാണല്ലോ. ഈ സീസണിൽ എന്താ ചെയ്ത്, ഈ സീസണിൽ മൂപ്പർ ചെയ്ത കണ്ടില്ല നിങ്ങൾ, വന്ന് അടിച്ചു പോയി. അവസാനം അവിടെ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കേണ്ട കാര്യം മൂപ്പർക്കില്ല. അടുത്ത ആൾ ഒന്നും അടിച്ചു. സൂര്യൻ ഞങ്ങൾ നമ്പർ 3 വിട്ടു. സൂര്യ അടിച്ചു. തിലക് മോശമാണോ എന്തൊരു നൊലോളി ചെയ്യുന്ന എല്ലാവരും കൂടി. തിലക് അതിന്റെ ശേഷം 2 കളിയിലും ഭയങ്കര ഉസാറ് കളി. എല്ലാരും അടിച്ചു. റൺഔട്ടായി, അല്ലാത്തോണ്ട് നിങ്ങൾ ജയിച്ചോന്നല്ല. വിക്കറ്റുകൾ ഇങ്ങനെ പോന്നു. അതായത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വലിയ ആൾക്കാരെ നിൽക്കല്ലേ. എന്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ മുമ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പെട്ടു, പൊട്ടി.